പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കാൻ ഉത്തരവ്. അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടേതാണ് ഉത്തരവ്. നൽകിയ മേൽവിലാസത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ താമസിക്കുന്നില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് നീക്കും എന്നാണോ അറിയാനാകുന്നത്? എന്താണ് അവരുടെ പ്രതികരണം? സ്മൃതി, പത്തനംതിട്ട അടൂർ മണക്കാല സ്വദേശികളായിട്ടുള്ള സഹോദരങ്ങളാണ് ഇത് സംബന്ധിച്ച് അടൂർ ആർഡിഒയ്ക്ക് ഒരു പരാതി നൽകിയിരുന്നത്. അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ തങ്ങളുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് റേഷൻ കാർഡിൽ പേർ ചേർക്കുകയും അതിനെ തുടർന്ന് ആ റേഷൻ കാർഡിലെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറിയൽ കാർഡ് സമ്പാദിച്ചു എന്നുമായിരുന്നു, വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്നുമായിരുന്നു ഈ പരാതി. ആ പരാതി സംബന്ധിച്ച് ആർഡിഒ അന്വേഷിച്ചിരുന്നു. അത് സംബന്ധിച്ച് തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ടുകൾ ആർഡിഒ തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യാൻ ഇപ്പോൾ അടൂർ ആർഡിഒ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അടൂർ നിയമസഭാ മണ്ഡലത്തിലെ 189 നമ്പർ ബൂത്തിലാണ് വോട്ട് ഉണ്ടായിരുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക്. അവിടെ 504 ക്രമനമ്പർ, 504 നമ്പർ ആ ബൂത്തിൽ 189 നമ്പർ ബൂത്തിൽ 504 ക്രമനമ്പറാണ് വോട്ട് ഉള്ളത്. അതിപ്പോൾ നീക്കാനാണ് ഇപ്പോൾ അടൂർ ആർഡിഒ ഉത്തരവിട്ടിരുന്നത്. അവിടെ അടൂർ മണക്കാലയിൽ തങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ, അതായത് അമ്മാവിന്റെയും അമ്മാവിയുടെയും വീട്ടിലാണ് താൻ താമസിച്ചിരുന്നത് എന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിന് വിശദീകരണമായി നൽകിയിരുന്നത്. ഈ റേഷൻ കാർഡ് നേരത്തെ റദ്ദ് ചെയ്യപ്പെട്ടിരുന്നു. അത് മാത്രവുമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. അത് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ നടത്തിയ പരിശോധനയിൽ ആ റേഷൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന മേൽവിലാസത്തിൽ താമസമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. അതായത് ആ വീട്ടിൽ ആൾ താമസമില്ല. അതുമാത്രവുമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മ ആ വീട്ടിൽ താമസിച്ചിരുന്നതായി പരിശോധനയിൽ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡും ഒപ്പം തന്നെ റേഷൻ കാർഡിൽ നിന്ന് പേരും താലൂക്ക് സപ്ലൈ ഓഫീസർ നീക്കം ചെയ്തിരുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ അടൂർ ആർഡിഒയുടെ നടപടി കൂടി വന്നിരിക്കുന്നത്. ഏതായാലും ശ്രീനാദേവി കുഞ്ഞമ്മ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ഉത്തരവിനെതിരെ കളക്ടറെയും സമീപിക്കാനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അടൂർ ആർഡിഒയുടെ ഉത്തരവ് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കിയിരിക്കുന്നത് വ്യാജ മേൽവിലാസം, അതായത് റേഷൻ കാർഡിൽ തെറ്റായി പേര് ചേർത്ത് ആ റേഷൻ കാർഡിലെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്നാണ് ഇപ്പോൾ അടൂർ ആർഡിഒയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.